രണ്ടിടത്തന്നെ ഈ കഞ്ഞിക്കുഴി വാടക കണ്ടോണ്ടല്ലോ. ഇത് മാത്രമല്ല ഹോസ്റ്റൽ കാണിച്ചു തരാം. ഈ കൊച്ചിയിൽ വേറെ വീടും ഫ്ലാറ്റും കിട്ടും, ഞങ്ങളൊന്ന് നോക്കട്ടെ. ശരിയാക്കി തരാ. ഇതും കൂടെ കൂട്ടി 9ാമത്തെ ബ്രോക്കറിനെ വിളിക്കുന്നത്. ഇയാളെന്താ പറഞ്ഞേ? ഇത്ര നേരം എല്ലാ ബ്രോക്കേഴ്സ് എന്താ പറഞ്ഞത് അതന്നെ ഇയാളും പറയുന്നേ. ഇവിടെ കന്യക ഹോസ്റ്റൽ. ആ ചെല്ലി എന്ന് കേറിക്കൊടു. ഏതാ പറട്ടെ പെണ്ണ്? ആര്? ചേട്ടാ, ഞങ്ങൾ OLX ഒരു വീട് കണ്ടായിരുന്നേ, അത് കിട്ടുമോന്നറിയാ. വീട് അങ്കിളെ, ഇനി ഞാൻ ഒഴിക്കാ ചെടിക്ക് വെള്ളം. ആരാ? ഞങ്ങളാണല്ലോ ഇനി മോള് താമസിക്കണ്ടേ, അപ്പൊ സഹായം. മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഞങ്ങളോ? ഇല്ല. സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ റൂമും ഇല്ല, ഇറങ്ങി പോവാ. അങ്കിളെ, അവര് പോന്നെ പോട്ടെ, ഞാൻ ഒഴിച്ചരാ വെള്ളം. ഇറങ്ങിപ്പോ. റൂമും ഇല്ലൊരു തേങ്ങയില്ല. ഇനി ആര് കണ്ടാലും നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കണം, വീട് വേണോ വീട് വേണോന്ന്. അത്രയ്ക്ക് ഐശ്വര്യം ഉണ്ടാവണം നമ്മുടെ മുഖത്ത്. അതുണ്ടല്ലോ. സൂപ്പർ. ചേട്ടാ നമസ്കാരം. ഓ ചേട്ടാ, നമ്മൾ OLX ഒരു ആഡ് ചെയ്തിട്ട് വന്നാണേ. താമസിക്കാൻ ഒരു മുറി ഒന്ന് ഇല്ലത്തൊന്നും ആദ്യമായിട്ടാണ് മാറി നിൽക്കുന്നത്. ഇതേതാ ഒരു അടക്കാക്കുരുവി കൂടെ? ഇത് നോമിന്റെ ഒറ്റ തൊഴി. ഓഹോ, കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിരിക്കണല്ലോ. നല്ല മുഖപരിചയം. കന്യക ഹോസ്റ്റലിൽ ഒരു പയ്യനെ വിളിച്ചേറ്റ് കുട്ടിയല്ലേ? നിനക്ക് ഇവിടെ മുറിയില്ല, ഇറങ്ങിക്കോളാ. ഭസ്മം തൊട്ട് വന്നിരിക്കുക ആളെ പറ്റിക്കാൻ. ഇത് ഭസ്മം തന്നെയോ MDMAയോ ആരെ അറിയാ? ഭസ്മോ നമ്പൂരി മണത്തോക്ക് മണക്കടോ. ഞാനിപ്പോ എന്ത് ചെയ്തിട്ടാ? രാത്രി വിശന്നിട്ടല്ലേ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തേ. എന്നിട്ട് കള്ള സെക്യൂരിറ്റി ഗേറ്റ് തുറന്നോ? ഇല്ല, അതുകൊണ്ടാ ഞാൻ പോയി വാങ്ങിയേ. എന്നിട്ട് തള്ള എന്താ പറഞ്ഞിടന്നേ, ഞാനൊരുത്തന്നെ ഹോസ്റ്റൽ വിളിച്ചു കയറ്റിന്ന്. അവളെ ഒരു കന്യക ഹോസ്റ്റല്. അതെ, നീയോ നാറി എന്നെ കൂടെ നാട്ടിച്ചെന്തിനാ? നീ ഈ ലോകത്ത് എന്തിനാ ജീവിച്ചിരിക്കുന്നറിയോ? എന്തിനാ? എന്റെ കാലനായിട്ട്. ചേച്ചി, നിങ്ങൾ താമസിക്കുന്നിടത്ത് എനിക്ക് റൂമുണ്ടോ? പിന്നെ കിട്ടും. കിട്ടോ? ഒരു സ്ഥലമുണ്ട്. അതാവുമ്പോ ആരും നമ്മളെ ഇറക്കിയിടാനും പോണില്ല. പാതിരാത്രിക്ക് വേണേലും ഫുഡ് ഓർഡർ ചെയ്യാം. അതേത് സ്ഥലം? ചേച്ചി, ഇവിടെ ഭയങ്കര കൊതുകടി ഉണ്ടല്ലോ. കൊച്ചിയിൽ ഇതിൽ നല്ല സ്ഥലം കിട്ടൂല. ഉറങ്ങടി, ഉറങ്ങിക്കോ.